പിന്നെ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളൊരു ഒരു വേർഡാണ് യതികൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ യതികൾ അതൊരു മിത്താണോ അതോ റിയൽ ആണോ? നോക്കൂ, നമ്മുടെ പുരാണത്തിൽ എവിടെയും യതികളെ പറ്റിയിട്ട് അങ്ങനെ കൃത്യമായി പരാമർശങ്ങളില്ല. പുസ്തകങ്ങൾ പലരും മറിച്ച് ഹിമാലയത്തിൽ പോയിട്ടുള്ള പലരും യതികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ യതി എന്നുള്ള സംഭവത്തിനെ പറ്റിയിട്ട് ഞാനൊരു 16-17 പുസ്തകങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പലയിടത്തും എന്താ വെച്ചാൽ യതി എന്ന് പറയുന്ന സങ്കല്പത്തിനെ ലൈവാക്കി നിർത്തുന്നുണ്ട്. അതിനെ സജീവമായി നിർത്തുമ്പോൾ പോലും യതിയെ കണ്ടതായിട്ട് എവിടെയും കൃത്യമായൊരു തെളിവ് നമ്മുടെ ഇല്ല. ചില ഫൂട്ടേജുകളൊക്കെ വരാറുണ്ട്. ഇന്നത്തെ കാലത്തിന് അത് പണ്ട് കാലത്താണ് ഫൂട്ടേജുകൾ വരാറ് യതിയായിരുന്നു എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോ യതിയുടെ ഫൂട്ടേജ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം AI വീഡിയോസ് അത്രയും റിയൽ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഇതിനു പുറമെ ഇങ്ങനൊരു ജീവിയെ പറ്റിയിട്ട്, ജീവിയെ എൻകൗണ്ടർ ചെയ്തതായിട്ട് മിലിറ്ററിയുടെ ആരും എവിടെയും പറഞ്ഞു കേട്ടില്ല. കാരണം നമ്മുടെ തീർത്ഥാടകർക്ക് പിൻവാങ്ങി പോരുന്ന സമയത്ത്, അവിടെ മഞ്ഞ് മൂടുന്ന സമയത്ത് 6 മാസം അവർ അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ കാവൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പല പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ അവര് ഒരിക്കലും യതിയെ കണ്ടതായിട്ട് പറഞ്ഞില്ല. എന്നാൽ മഞ്ഞിൽ സാധാരണ നമ്മുടെ ഈ പറയുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള കേരളത്തിൽ ജീവിക്കുന്ന പോലെ നാമമാത്ര വസ്ത്രമായി ജീവിച്ചിരിക്കുന്ന ഒരുപാട് സന്യാസിമാരെ ഞാൻ അവിടെ കണ്ടു. അവരുടെ ധ്യാന വിദ്യയുടെ ഫലമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചൂട് കൊണ്ട് തന്നെ അവര് വളരെ സുഖമായിട്ട്, നമുക്ക് അത്ഭുതം തോന്നും. കാരണം വെറും സാധാരണ കോട്ടൺ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, ഒരു മൾട്ടി ലെയർ ഒന്നല്ല, വെറും ഒരു നാമമാത്രമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊടും തണുപ്പുള്ള മൈനസ് ടെമ്പറേച്ചറിൽ സുഖമായി ജീവിക്കുന്ന ഒരുപാട് യോഗികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ ലോക കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല. അവർക്ക് പ്രസിദ്ധി വേണ്ട, അവർക്ക് പൈസ വേണ്ട. അവരെ നമ്മൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുമ്പോൾ നമ്മളത് ഇങ്ങനെയുള്ള പ്രസിദ്ധമായ തീർത്ഥാടനങ്ങളിലല്ല കേട്ടോ കണ്ടുമുട്ടുക. നമ്മൾ ഈ മലത്തിന്റെ ഉള്ളിലേക്ക് നടത്തുന്ന ചില യാത്രകളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ രൂപ്കുണ്ട് എന്ന് പറയുന്ന യാത്ര, സ്വർഗാരോഹിണി യാത്ര, ഇങ്ങനെയുള്ള ചില യാത്രകൾ, ഇപ്പൊ കേദാർ താൽ എന്ന് പറയുന്ന യാത്ര, ഈ പറഞ്ഞ യാത്രകളിൽ നമ്മൾ പോകുന്ന ചില പ്രദേശങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ അവരുടെ വീഡിയോസ് നമുക്ക് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈവൻ ബദരീനാഥ് അടച്ചുപെട്ട് പോരുന്ന 6 മാസ സമയത്ത് അവിടെ താമസിക്കുന്ന ഒരു ബാബയുണ്ട്. അദ്ദേഹം മഞ്ഞിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന പ്രദേശത്ത് മാത്രം മഞ്ഞുരുകി എടുക്കുന്നുണ്ടാവും. ചുറ്റും മുഴുവൻ മഞ്ഞ് പെയ്ത് 10-20 അടി ഉയരത്തിൽ മഞ്ഞുണ്ടായിരിക്കും. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം മഞ്ഞുണ്ടാവില്ല. ആ ചൂടുകൊണ്ട് അദ്ദേഹത്തിന് അതൊരിക്കലും സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കാവുന്ന ഒരു വിഷയമല്ല. അപ്പൊ അവിടെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ, അതായത് 0 ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്ന, അതിനേക്കാൾ താഴെയുള്ള തണുപ്പുള്ള വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന യോഗിമാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭക്തി എന്ന് പറയുന്ന ഇത് കടന്നു വരുമ്പോൾ അവരുടെ യോഗ വിദ്യകൾ കൂടി അവർ ആർജിച്ചെടുക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യന് അപ്രാപ്യമായ ലെവലിൽ പോലും ഈശ്വര സ്വാധന നടത്തുന്ന യോഗികൾ ഇവിടെ ഉണ്ട്. ഈ യോഗികളൊന്നും തന്നെ അവരുടെ സാധന നടത്തുന്ന അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അവർ പ്രാർത്ഥിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് തന്നെയാണ്. ഈ സൃഷ്ടികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതൊരു പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ത് ത്യാഗം ചെയ്യുന്നവനും അവൻ എന്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന രീതി നമുക്ക് എല്ലായിടത്തും കാണാം. പക്ഷെ ആർക്കും വേണ്ടിയില്ലാതെ എന്നെ എതിർക്കാൻ വരുന്നവനും വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന തരം പ്രവൃത്തി നമുക്ക് ഇന്ത്യയിൽ മാത്രമേ കാണാൻ പറ്റൂ. ചേട്ടാ, ഞാനിപ്പോ അതിലൊന്നൊരു ഇടപെടൽ നടത്തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുമ്പൊരു പോഡ്കാസ്റ്റിലൊക്കെ ഇങ്ങനെ ഇതേപോലെ സിക്കിം പോലുള്ള നമ്മുടെ അഗ്നിയാഗം നടക്കുന്നുണ്ട് അവിടെ. അതിൽ യതികൾ കാവൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ കുറെ അത് ഇപ്പോൾ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതിന് പുറമെ ആർട്ടിക്കിൾസും അങ്ങനെ നമ്മളെ ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഈ രീതിയിൽ? അല്ല, തീർച്ചയായും ഞാൻ ഒരിക്കലും ഇതൊരു അന്തിമ വാക്ക് പറയാൻ ആളല്ല. കാരണം ഹിമാലയം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. കലവറ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ശേഖരമാണ്. ഞാൻ കണ്ടത്, എനിക്ക് യതിയെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അത് പ്രത്യക്ഷപ്പെടണമെന്ന് വിചാരിച്ചിരുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അതിന്റെ രേഖകൾ കിട്ടാതിരിക്കുന്നത്. പക്ഷെ പുരാണത്തില് നമ്മൾ ഈ പറയുന്ന പോലെ, പുരാണത്തിൽ സ്പെസിഫിക് ആയിട്ട് യതി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഹിമമനുഷ്യന്മാരെ പറ്റിയിട്ട് പരാമർശമുണ്ട്. അപ്പൊ നമ്മുടെ പ്രതീക്ഷയിൽ ഹിമമനുഷ്യൻ യതി എന്നതിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നമുക്ക് സ്ഥിരമായിട്ട് കുട്ടികൾ ഭയപ്പെടുന്ന ഒരു കഥയാണ് ബിഗ് ഫൂട്ട് എന്ന് പറയുന്നത്. രാത്രി വന്നു പോയ ബിഗ് ഫൂട്ടിന്റെ ഇതുകൾ കണ്ടു, അതിനന്വേഷിച്ച് കുറെ പേര് പോയി. അതുപോലെ സിമിലർ ആയിട്ടാണ് യതിയുടെ പറയാറുണ്ട്. കാരണം നമ്മളുടെ ഒരു കാൽക്കുലേഷൻ, നമുക്ക് കിട്ടിയിട്ടുള്ള ഫുട് പ്രിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 9 അടി ഉയരത്തിലെങ്കിലും ഇതുണ്ടാവണം. അപ്പൊ ഇപ്പൊ നമുക്ക് ലഭ്യമായ ആൾക്കാർ, പല ആൾക്കാരും പറയുന്നുണ്ട് അത് പോളാർ ബേഴ്സ് ആയിരിക്കാം, അവരിവിടെ തെറ്റി വന്നതായിരിക്കാം, അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ആയിരിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന അവര് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കത്തോളം കാലം നമുക്ക് ഇവരൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇതില്ല എന്ന് നമ്മൾ തീർത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, തെർമൽ സ്കാൻ വെച്ചിട്ട് ഹിമാലയം മുഴുവൻ കവർ ചെയ്തിട്ട് പോലും എനിക്ക് ചിലപ്പോൾ ഇത് കിട്ടിയില്ല എന്ന് പറയാം. അപ്പൊ അതുപോലെ കൈലാസത്തിന്റെ ഉള്ളില് ഒരു ലോകം ഉണ്ടെന്നുള്ളൊരു വാദഗതയുണ്ട്.
അത് ഷാങ്ക്ല എന്ന് പറയുന്ന ഈ സിദ്ധയോഗികൾ കൂട്ടമായി താമസിക്കുന്ന ഒരു ലോകം അതിനുള്ളുണ്ട്. കൈലാസം മനുഷ്യനിർമ്മിതമാണ്, അത് പിരമിഡ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ അവസാദ ശില കൊണ്ട് നിർമ്മിച്ച് മനുഷ്യനിർമ്മത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ഭൂമിയുടെ സെന്റർ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സെന്ററായിട്ട് വരുന്ന സ്ഥലത്ത് ശിവൻ വാസസ്ഥലം നിർമ്മിച്ചെടുത്താന്ന് പറയുന്ന ഒരു വാദഗതി ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാ വാദഗതികളിലും ശരി തെറ്റുകൾ പരിശോധിക്കാൻ ഇന്നുള്ള സയൻസ് വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കില്ല. മാത്രമല്ല ചില സയൻസ് വെച്ചിട്ട് ഇത് പരിശോധിച്ചാൽ ശരി തെറ്റുകൾ കിട്ടൂല. അപ്പൊ യതികൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രബലമായിട്ട് ഹിമാലയ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ യതി റിലേറ്റഡ് ബുക്സ് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കൂ, 1000-നടുത്തൊക്കെ പുസ്തകങ്ങളുണ്ടാവും. അത് ഇപ്പൊ ഇത്രയും പേര് ആ ഒരു വസ്തുതയെ അന്വേഷിക്കാനും ശ്രമിക്കാനും വരുന്നു പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു എനർജി അവിടെ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ സിക്കിം പോലുള്ള പ്രദേശത്ത് ഈ യാഗത്തിന് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ സിക്കിം പോലുള്ള സ്ഥലത്ത് റിവേഴ്സ് ലൈറ്റ്നിങ് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വരാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ ഏതോ ഒരു എനർജി സെന്ററിൽ നിന്ന് തിരിച്ച് പോലും ഇവിടുന്ന് പോവാൻ മാത്രം ശക്തമായ ഒരു പ്രദേശം അവിടെ ഉണ്ടെന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ ഞാനിപ്പോ ഈ റീസെന്റ് ഞാൻ പോയി സിക്കിം എന്ന് പറയുന്ന യാത്രയിൽ ഞാൻ ഈ ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. നെസ്റ്റ് എന്ന് പറയുന്ന കിളികളുടെയാണ്. അപ്പൊ അന്ന് വന്ന നമ്മുടെ ടൈഗർ എന്ന് പറഞ്ഞ രൂപത്തില് വന്ന ജീവിക്ക് ചിറകുണ്ടായിരുന്നുകൊണ്ടാണ് ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോധിസത്വൻ വന്ന് അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജികൾ ഓടിച്ച് ആ ഒരു മല എന്ന് പറയുന്നത് അവിടേക്ക് ഇപ്പോ നമുക്ക് സുഖമായി നടന്നു പോകുന്ന സ്റ്റെപ്സും കാര്യങ്ങളും റോഡൊക്കെ ഉണ്ട്. പക്ഷെ ഇതില്ലാത്തൊരു കാലഘട്ടത്തില് ഇതിപ്പോ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഇതില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ ടൈഗേഴ്സ് നെസ്റ്റിലേക്കുള്ള യാത്രയിൽ തന്നെ ഒരുപാട് പേര് വീണ് പോയെന്ന് പറയുന്നത്, വീണ് മരിച്ചു പോകും. അങ്ങനെ ചെങ്കുത്തായ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു ചെറിയൊരു ഗുഹയാണ്. അദ്ദേഹം ഈ ഗുഹ കണ്ടെത്തി അവിടെ ചെന്ന് അവിടെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 9 രൂപകളും പ്രാപിക്കാൻ പറ്റുമായിരുന്നു പറയുന്നത്. ആ 9 രൂപകളും പ്രാപിച്ചുകൊണ്ട് ടിക്കറ്റൻ പ്രദേശത്ത് ഈ ശക്തി പ്രഭാവ കേന്ദ്രങ്ങളിൽ വന്നിരുന്ന നെഗറ്റീവ് എനർജികളെ മുഴുവൻ ഓടിച്ചിട്ടാണ് ആ രാജ്യത്തിലേക്ക് പുരോഗതിയോ അല്ലെങ്കിൽ സന്തോഷം സമാധാനം കൊണ്ടുവന്നിരുന്ന പറയണം. അപ്പൊ ഇത് ഇന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ആ മനുഷ്യൻ അവിടെ എത്തിണ്ടാവുക. അപ്പൊ അവര് പറയുന്നത് ഒരു തന്റെ സഹചാരിയായിട്ടുള്ള 2 ഭാര്യമാരായിരുന്നു. ഒരു ഭാര്യ ഒരു പുലിയുടെ രൂപത്തിൽ, ചിറകുള്ള പുലിയുടെ രൂപത്തിൽ ഇദ്ദേഹത്തെ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പൊ ആൾ തപസ്സിരുന്ന ഗുഹ അവിടെ ഉണ്ട്. അപ്പൊ ഇതുപോലെ നിഗൂഢമായ എനർജി സെന്ററുകൾ അത് പലതും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയുണ്ടാവുന്നു. ഇപ്പൊ ബാബാജി കേവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കേവിലേക്ക് എല്ലാവരും പോകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോ ബാബാജിനെ ആരോടെ കണ്ടിട്ടില്ല, പക്ഷെ ബാബാജി കേവ് ആണെന്നുള്ള വാർത്ത വന്നതിന് ശേഷം അതിന് ഒരുപാട് യാത്രക്കാർ പോകുന്നുണ്ട്. ഇതുപോലെ എത്രയോ നിഗൂഢമായ കേവുകൾ ഹിമാലയത്തിൽ ഉണ്ടാവാം, എത്രയോ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാവാം, എത്രയോ നമുക്കറിയാൻ പറ്റാത്ത രീതിയിലുള്ള ജീവികൾ അവിടെ ഉണ്ടാവും. കാരണം സയന്റിഫിക്കലി ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത -40 താപനിലയിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് തന്നെയല്ല ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അത്ഭുതങ്ങളുടെ മുമ്പില് യതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഇതുവരെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സയൻസ് മുന്നോട്ട് പോകും തോറുമാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ വരുന്നത്. ഇത് ഹനുമാനാണ് യതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഹനുമാൻ ചിരഞ്ജീവിയാണ്, ഒരു തറപ്പില്ല. ഹനുമാൻ ചിരഞ്ജീവിയാണ്. അദ്ദേഹം കദളിവനം അപ്പുറത്താണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിമാലയത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് കൈലാസത്തിന്റെ അവിടെ പോയ ഒരു കുട്ടി ഹനുമാനെ കണ്ടിരുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത വരെ ഉണ്ടായി. അപ്പൊ ഹനുമാൻ എന്ന് പറയുന്ന ഒരു ശക്തി അത് രൂപം കൊണ്ട് നമ്മൾ എടുക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ എല്ലാറ്റിനും ഒരു ഫിസിക്കൽ രൂപം വേണമെന്ന് പറയുമ്പോഴാണ് ഈ ഹനുമാൻ എന്ന് പറയുന്ന ശക്തിയെ നമ്മൾ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ദേവതാ രൂപമാണ് ഹനുമാൻ ശരിക്കും പറഞ്ഞത്. ഈവൻ ശിവനുമായിട്ടുള്ള യുദ്ധത്തിൽ ശിവനെ പോലും തോൽപ്പിക്കാൻ മാത്രം ശക്തി രുദ്രാവതാരാണ്, ശിവന്റെ അവതാരാണ്. ഒരു യുദ്ധത്തിൽ ശിവന്റെ തൃശൂലം വിഴുങ്ങി കളഞ്ഞിട്ടുണ്ട് ഹനുമാൻ. ശിവന്റെ തൃശൂലം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രകാരശേഷിയുള്ള ആയുധമാണ്. അത് അദ്ദേഹം വളരെ ശാന്തമായി അത് വിഴുങ്ങിക്കളയാണ്. അപ്പൊ ഇത്രയും ശക്തനായിട്ടുള്ളൊരു രൂപമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ശക്തിയാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത് റീസെന്റ് ഒരു ആർട്ടിക്കിൾ കാണാണ്ടായാല് ഈ ഗരുഡന്റെ ഞാനാണ് ഏറ്റവും വേഗതയിൽ പോകുന്നത് എന്നുള്ളതിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, നീ ഹിമാലയത്തിൽ പോവും, അവിടെ ഹനുമാൻ തപസ്സനുഷ്ഠിക്കുന്നത്, ഹനുമാനോട് പറയൂ രാമൻ ദ്വാരകയിൽ കാത്തിരിക്കുന്നുണ്ട്, വരാൻ പറയാൻ പറഞ്ഞു. ഗരുഡനത് പോയി പറയുന്ന സമയത്ത് അവിടുന്ന് അവര് ഒരുമിച്ച് പുറപ്പെടുകയാണ്. ഹനുമാൻ എത്തി പിന്നെയും ഒരുപാട് സമയം കേട്ടാണ് ഗരുഡൻ. അപ്പൊ ഗരുഡന്റെ അഹങ്കാരം പോയി. അപ്പൊ സത്യഭാമയ്ക്ക് ഒരു അഹങ്കാരം ഉണ്ട്, സത്യഭാമ സുന്ദരിയാണെന്നുള്ളത്. അപ്പൊ സത്യഭാമയോട് കൃഷ്ണൻ പറയുന്നത്, ഇപ്പൊ ഹനുമാൻ വരും, നിങ്ങൾ പോയിട്ട് റാണിയെ പോലെ അണിഞ്ഞൊരുങ്ങിട്ട് വരാൻ പറയും. അങ്ങനെ റാണിയെ പോലെ അണിഞ്ഞു വന്നിട്ട് ഹനുമാൻ വന്ന് രാമന്റെ രൂപത്തിലാണ് കൃഷ്ണൻ നിൽക്കുന്നത്. അദ്ദേഹത്തെ വണങ്ങിയതിനു ശേഷം ചോദിക്കൂ, എന്റെ അമ്മ സീത എവിടെയാണ്, ഇത് ഏതാണ് ഈ ദാസി എന്ന് ചോദിക്കാണ്. അപ്പൊ ഞാൻ എല്ലാ സൗന്ദര്യം തികഞ്ഞവളാണെന്നുള്ള സത്യഭാമയുടെ അഹങ്കാരോടെ അവസാനിക്കുകയാണ്. അപ്പൊ ഹനുമാൻ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് ഇത് ഈ ഭീമന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്
നമുക്കറിയാലോ ആ പുസ്തകം പൂവ് തേടി പോകുന്ന വഴിയിൽ കിടന്നുകൊണ്ട് അവിടുത്തെ കല്യാണ സൗഗന്ധികം പൂവ് തേടി പോകുമ്പോൾ വഴിയിൽ കിടന്ന് വെറും വാല് മാറ്റാൻ പറ്റാതായി പോയെന്ന് പറഞ്ഞു. അപ്പൊ ഭീമനാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ശക്തനെന്ന് സ്വയം ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ട്. ഹനുമാന്റെ ഒരു വാല്, വയസ്സനായ ഹനുമാന്റെ ഒരു വാലെടുത്ത് മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പൊ അവിടെ അഹങ്കാരം തീർക്കുകയാണ്. ഇനി നോക്കൂ, ഹനുമാന്റെ നിങ്ങൾ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെക്കാൾ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ എതിരാളിക്ക് ഒരു അവസരം കൊടുക്കും. എന്റെ പ്രഹരത്താൽ താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ താങ്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം, നമുക്കിത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ മാത്രം പവർഫുൾ ആണ്. മാത്രമല്ല സെൻസിന്റെ ഏറ്റവും നല്ല പ്രതീകമാണ്. അപ്പൊ ഇത് ഹനുമാനാണ് യതിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പോലും, ഹനുമാൻ ചിരഞ്ജീവിയാണ് നമ്മുടെ, പിന്നെ അതിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അഥവാ ഹനുമാൻ നമ്മളെ കാണണമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ കാണുള്ളൂ. പിന്നെ പലതും എനിക്ക് തോന്നുന്നത് കലിയുഗത്തിൽ നമ്മൾ പല ശക്തികളെ അനുഭവപ്പെടുന്ന ആസ്ട്രൽ ബോഡികളായിട്ടായിരിക്കും. അത് അനുഭവപ്പെടാൻ മാത്രമുള്ള ഒരു സംവേദനക്ഷമത നമുക്ക് ഉണ്ടായിരിക്കണം. അതെല്ലാം നമുക്ക് ഫിസിക്കൽ രൂപത്തിൽ കാണണം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ആ ഫിസിക്കൽ രൂപം എന്ന് പറയുന്ന ഒരു തലം മാത്രമാണ്. ഇതിനപ്പുറത്തും തലങ്ങളുണ്ട്. ആ തലങ്ങളിലും ആൾക്കാർ നിലനിൽക്കുന്നുണ്ട്. അത് രജിസ്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, രജിസ്തിയുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബോഗറൊക്കെ ആസ്ട്രൽ ബോഡിയായി മാറിയിട്ട് സിദ്ധന്മാരുടെ ആസ്ട്രൽ ബോഡികളുടെ എല്ലാ ക്ഷേത്രങ്ങളും നോക്കിയുള്ളൂ, ഇന്നും അവിടെ ആൾത്തിരക്കാണ്. ഇപ്പൊ പഴനിയിൽ പോലുള്ള സ്ഥലങ്ങൾ പോലെ നിങ്ങൾ സിദ്ധന്മാരെ ആസ്ട്രൽ ബോഡി ഉപേക്ഷിച്ച സ്ഥലങ്ങൾ നോക്കിയുള്ളൂ. ആ സിദ്ധരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ ആയിക്കൂടെ യതി എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമുക്ക് നമ്മുടെ വിഷ്വലൈസേഷൻ ലിമിറ്റേഷൻ കൊണ്ട് കാണാൻ പറ്റാത്ത, ഇപ്പൊ നമുക്ക് എല്ലാ നിറങ്ങളും കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. നമ്മളെക്കാൾ കൂടുതൽ നിറം തേനീച്ച കാണുന്നുണ്ട്. നമുക്ക് കാണുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്, അതിനപ്പുറത്ത് എത്രയോ നിറങ്ങളുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്, അതിനപ്പുറത്ത് എത്രയോ നിറങ്ങളുണ്ട്. ആ കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളില്ലേ, ഇപ്പൊ നായ്ക്ക് കേൾക്കുന്ന പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കില്ല. ആണുങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കേൾക്കില്ല, അലറി വിളിക്കുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ശരീരം കൊണ്ടുള്ള ലിമിറ്റേഷൻ കൊണ്ട് കാണാൻ പറ്റാത്ത പലതും ഉണ്ടായിക്കൂടാന്നില്ല. അപ്പൊ നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് തെളിവില്ല, ഇതുവരെ തെളിവില്ല, അത് നമുക്ക് പറയാം. ഇതുവരെ ചിലപ്പോൾ സയന്റിഫിക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തെളിവുണ്ടാവില്ല, പക്ഷെ ആത്മീയമായ തെളിവുകളുണ്ടല്ലോ. ആത്മീയമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഈ സംസ്കാരം മുന്നോട്ട് പോകുന്നത്, ഇത്രയേറെ വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പൊ സയന്റിഫിക് തെളിവ് വന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു സാധനത്തിനെ നിഷേധിക്കാൻ പറ്റില്ല. അതിന് സ്പിരിച്വൽ തരത്തിലുള്ള ആൾക്കാർക്ക് അതിന്റെ സൂചനകൾ വരുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. നമുക്കത് തിരിച്ചറിയാവുന്ന ലെവലിലേക്ക് നമ്മൾ ചിലപ്പോൾ വളർന്നു വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മോഡേൺ സയൻസിനും മാറ്റങ്ങൾ വന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞ പോലെ വന്നു വരാം. അപ്പൊ യതി ഒരിക്കലും തള്ളിക്കളയേണ്ട ഒരു പോസിബിലിറ്റി അല്ല. കാരണം അങ്ങനെ ഒരു മിത്തായിരുന്നെങ്കിൽ ഇത്രയേറെ അന്വേഷണം അതിന്റെ മുകളിൽ വരില്ല. അത് മാത്രമല്ല, അത് ആ യതികൾ കാവൽ നിൽക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുന്ന രജിത്ജിയെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിന് അപ്പുറത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അത് സത്യാവന വഴിയുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്ന രീതി വരെ നമുക്ക് കാത്തിരിക്കാം, അത് വിശ്വസിച്ച് പോവാം, അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.